നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. സർക്കാരിനെതിരെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെയും ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും പിണറായി സർക്കാരാണ് ഉത്തരവാദിയെന്നും മാത്യു കുഴൽനാടൻ. സത്യസന്ധതയില്ലാത്ത ഇടപെടലുകളാണ് UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സ്ഥാനാർത്ഥി N അരുൺ പര്യടന വാഹനം ആക്രമിക്കുന്ന രീതിയാണ് നേരിട്ടതെന്നും വാഹനം നശിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നും N അരുൺ. UDF പ്രവർത്തകർ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത് അവസാനിപ്പിക്കണം. LDF നിയോജക മണ്ഡലം കമ്മിറ്റി. ആരക്കുട സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളി പുതുഞായർ തിരുനാൾ 10 മുതൽ 19 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സ്കൂട്ടറുകളും വൈദ്യുത പോസ്റ്റും ഇടിച്ചു തകർത്തു. അപകടത്തിൽ കാർ യാത്രകർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടമുണ്ടായത് ഞായറാഴ്ച രാത്രി 11:30 വാഴക്കുളം സെൻട്രൽ ഫോർട്ട് ഹോട്ടലിന് സമീപം. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സർക്കാരിനെതിരെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെയും ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ. 2018 കേരളം തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും പിണറായി സർക്കാരാണ് ഉത്തരവാദിയെന്നും മാത്യു കുഴൽനാടൻ. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. ആദ്യ പിണറായി മന്ത്രിസഭയിലെ മന്ത്രി ആയിരുന്ന മാത്യു ടി തോമസ് സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ സംസ്ഥാനത്തെ കുരുതി കൊടുത്തെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ആരോപണത്തിന് തെളിവായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടു. മാത്യു ടി തോമസ് തോട്ടപ്പള്ളി സ്പിൽവേ സമയത്ത് തുറക്കാത്തത് കരിമണൽ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഇത് പിന്നീട് ചെങ്ങന്നൂരിൽ പ്രളയത്തിനടക്കം കാരണമായെന്നും ആരോപണം. ആദ്യ പിണറായി മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് മേരിമത കൺസ്ട്രക്ഷൻ എന്ന സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നത് 1 മാസം വൈകിപ്പിച്ചെന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. പ്രളയം വന്നതിൽ, പ്രളയം മാനേജ് ചെയ്തതിലോ ഡാം മാനേജ്മെന്റ് നടത്തിയതിലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ആരെങ്കിലും പറയും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയും. പക്ഷെ എങ്ങനെ ആ പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ കേരളത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ അധികാരത്തിലിരുന്നവരുടെയും കോടികളോടുള്ള മോഹവും അതിമോഹവും ആണ് നമ്മളെ ഈ നിലയിൽ തകർത്ത് തരിപ്പണമാക്കിയത്. കേരളത്തെ തകർത്ത് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി ആധികാരികമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ അഴിമതിയാണ്, കൊള്ളയാണ് കേരളത്തിലെ പ്രളയം ഈ ഗതിയിലാക്കിയത്. ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല. അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരു മേഖലയിലല്ല, ഒരുപാട് മേഖലയിൽ. ഇന്ന് CPM എന്ന പാർട്ടിയുടെയും CPMന്റെ നേതാക്കന്മാരുടെയും LDF നേതാക്കന്മാരുടെയും കയ്യിൽ നിങ്ങൾ ആരും ചിന്തിക്കുന്നതിനപ്പുറമുള്ള കോടാനുകോടിയുടെ സ്വത്തുക്കളുണ്ട്. ആരെങ്കിലും ഇത് പറഞ്ഞാൽ, ആരെങ്കിലും ഇത് ചോദ്യം ചെയ്താൽ പിന്നെ അവൻ്റെ പിന്നാലെയാണ്. എൻ്റെ പിന്നാലെ ഇനി വരാൻ ഇനോവ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എൻ്റെ പിന്നാലെ വന്നു. ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടി എന്നുള്ളതാണ്. അന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്, ഞാൻ പിന്നോട്ട് പോകില്ല. എന്ത് സമ്മർദ്ദം വന്നാലും, എത്രമേൽ വേട്ടയാടിയാലും, എന്നെ ആരോപണത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ശരശയ്യയിൽ കടത്തിയാലും ഞാൻ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. പക്ഷേ മുകളിൽ തമ്പുരാൻ ദൈവം വലിയവനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള തുമ്പുകൾ, ഇതുപോലുള്ള തെളിവുകൾ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബാക്കി വെക്കും. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരിമത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണെന്ന് മാത്യു ടി തോമസിന് ഇതിൽ പങ്കുണ്ടെന്നും കൃഷ്ണൻകുട്ടി ശബ്ദരേഖയിൽ പറയുന്നു. കരിമണൽ ഒലിച്ചു പോകാതിരിക്കാനാണ് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത്. ഇത് പിന്നീട് ചെങ്ങന്നൂരിൽ പ്രളയത്തിനടക്കം കാരണമായി. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും അനുമതി കൊടുത്തില്ലെന്നും ശബ്ദരേഖയിൽ കൃഷ്ണൻകുട്ടി പറയുന്നു. ഇനി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ മുഖവിലയ്ക്ക് എടുക്കണമെന്നില്ല. ഞാൻ ഇന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുന്ന ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ ഒരു പഴയകാല അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെർസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംഗതിയൊക്കെ വേറെയല്ലേ, അത് പറയാം. ഞാനത് അതൊന്ന് പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവനങ്ങനെ പുണ്യവാനൊന്നും ഞാൻ വേണ്ട. എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ
എന്താ തുറക്കാതെ? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കാൻ ആവശ്യപ്പെട്ടത് തുറക്കേണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽക്കെട്ടുണ്ട്. ആ മണൽക്കെട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽക്കെട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മയേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവര് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവൻ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടിയെങ്കിലും കിട്ടും. 500 കോടി വിൽക്കും, 300 കോടി കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്ന ജോർജ് ജോൺസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇന്ന് ആലോചിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇത് ഇപ്പോഴത്തെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയും പഴയ ജലസേചന വകുപ്പ് മന്ത്രിയുടെയും വോയിസാണ് നിങ്ങൾ കേട്ടത്. അതായത് ഇത് 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. കാരണം ഡാം മാനേജ്മെൻറ്റ് പ്രളയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ഞാൻ വാദിക്കാനുണ്ടായിരുന്നുകൊണ്ട്, ഞാനിത് ആഴത്തിൽ പഠിച്ചൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നു, ഇദ്ദേഹം പറയുന്ന ഈ കാര്യം 100% സത്യമായ കാര്യമാണ്. പൊതുവെ ഡാം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് റൂൾ കർവ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അതായത് ഇതുപോലത്തെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയില്ലല്ലോ. ആരെപ്പോൾ വെള്ളം തുറക്കണം, എപ്പോൾ വിടണം എന്നൊന്നും അറിയില്ല. പക്ഷേ കൺവെൻഷണൽ നോംസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഏത് ഡാമിൻ്റെയും ഒരു ഇത്ര പരിധിയിൽ വെള്ളം വന്നാൽ തുറന്നു വിടണമെന്നുള്ളതാണ്. നമുക്കറിയാം കരിമണലുമായി ബന്ധപ്പെട്ട താല്പര്യം. ഇതിനു മുമ്പ് ഞാനൊരു ഡോക്യുമെൻ്റ് റിലീസ് ചെയ്തിരുന്നു. ഗവൺമെൻറ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രകാരം ഇറക്കിയ ഉത്തരവിൽ അവർ എഴുതി വെച്ചപ്പോൾ വന്ന അബദ്ധം, അവരുടെ ആ ഒരു വെപ്രാളം കൊണ്ട് എഴുതി വെച്ചതാണ്, നിങ്ങൾ ഈ വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മുഴുവൻ താല്പര്യം ഇരുന്നത് ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുറത്തിരിക്കുന്ന മണ്ണിലാണ്. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഴയ ജലസേചന വകുപ്പ് മന്ത്രി പറയുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഗവൺമെൻറ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞ അതേ കാര്യം പ്രവൃത്തിയിൽ ചെയ്തത് അതിന് കോടികൾ ലാഭമുണ്ടായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പെരിങ്ങൽകുത്തിലേക്ക്, അതായത് പ്രളയം വന്ന് നമ്മുടെ നാട് തകർന്നു. ചെങ്ങന്നൂരിലേക്ക് ചെളി അടിച്ചു കയറി അന്ന് ഇടതുപക്ഷ MLA ആയിരുന്ന സജി ചെറിയാൻ അടക്കം കരഞ്ഞു വിളിച്ച് ഇത് അടയ്ക്കാൻ പറഞ്ഞു. ഡാമിലെ സാധാരണ ഏറ്റവും അടിയിലെ സൂയസ് തുറക്കാൻ പാടില്ല. ആസ് എ കൺവെൻഷണൽ നോംസ് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് പക്ഷേ ഇവര് ഈ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കോടികളുടെ അഴിമതിയുടെ പേരിൽ ആ സമയത്ത് ആ ഡാം തുറക്കാതെ വെച്ചുകൊണ്ടിരുന്ന് അവസാനം സൂയസ് പൊക്കിയപ്പോഴാണ് അടിയിൽ നിന്ന് ചെളി മുഴുവനും കൂടി വന്ന് ആ ചെങ്ങന്നൂർ നശിച്ച് നാരായണക്കല്ല് പിടിച്ചത്. ആളിയാറിൽ തമിഴ്നാട്ടിലുള്ള കോൺട്രാക്ടർക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടേണ്ടിയിരുന്ന വെള്ളം കേരളത്തിലെ ജനങ്ങളുടെ ഒരു സുരക്ഷയോ താല്പര്യമോ നോക്കാതെ കോടികളുടെ താല്പര്യത്തിൻ്റെ പേരിൽ പിടിച്ചു വെച്ച് ഒടുവിൽ ആളിയാറിൽ നിന്നും വെള്ളം ബൾക്കായി റിലീസ് ചെയ്തപ്പോഴാണ് ചാലക്കുടി തകർന്ന് തരിപ്പണമാക്കിയത്. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, കേരളം തകർന്നതല്ല, ഇവർ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ഇവരുടെ അഴിമതിക്ക് വേണ്ടി, ഇവരുടെ ആക്രാന്തത്തിന് വേണ്ടി, ഇവരെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് അഴിമതി കാലമായിരുന്നു. ഈ കാര്യം നിഷേധിക്കാൻ ഇവർക്ക് കഴിയില്ല. ഇത്രയും ആധികാരികമായി ഇദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം പഴയ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെ വരുമെന്ന്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്, 100% ശരിയാണ്. മണിയാർ പ്രോജക്റ്റിൽ സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വെള്ളം നിറച്ചതും തമിഴ്നാടിന് അവകാശപ്പെട്ട വെള്ളം ചാലക്കുടി പുഴയിലേക്ക് തുറന്നുവിട്ടതും വഴി ചാലക്കുടിയിൽ പ്രളയമുണ്ടായതായും ഇതിൽ ആരോപിക്കുന്നു. അന്നത്തെ ചീഫ് എഞ്ചിനീയർ ജോഷിയുടെ പേരും സംഭാഷണത്തിൽ പരാമർശിക്കുന്നുണ്ട്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനിടെയുണ്ടായ പ്രവർത്തനങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് LDF സ്ഥാനാർത്ഥി N. അരുൺ. തൃക്കളത്തൂരിലേക്ക് പോകാൻ ശ്രമിച്ച തന്റെ വാഹന പര്യടനം ആക്രമിക്കുന്ന രീതിയാണ് നേരിട്ടതെന്നും വാഹനം നശിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നും N. അരുൺ.
തിങ്കളാഴ്ച UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനിടെ ഉണ്ടായ പ്രവർത്തനങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് LDF സ്ഥാനാർത്ഥി N. അരുൺ. പായിപ്പട പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ പേടിക്കപ്പിലെ ജംഗ്ഷനിലേക്ക് കടന്നു വരുമ്പോൾ പ്രചരണത്തിന്റെ ഭാഗമായി UDF എത്തിച്ച പരിപാടി അവസാനിച്ച ശേഷം മടങ്ങിയ DJ വാഹനം തിരികെ വിളിച്ചു വരുത്തി റോഡിന് നടുവിൽ നിർത്തിയിട്ട് LDFന്റെ റോഡ് ഷോയുടെ ഭാഗമായുള്ള തന്റെ വാഹനത്തിന് കടന്നുപോകാൻ കഴിയാത്ത രീതിയിൽ കുരുക്കിയിടുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും തൃക്കളത്തൂരിലേക്ക് പോകാൻ ശ്രമിച്ച തന്റെ പര്യടന വാഹനം ആക്രമിക്കുന്ന രീതിയാണ് നേരിട്ടതെന്നും വാഹനം നശിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നും N. അരുൺ പറഞ്ഞു. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എൻ്റെ പഞ്ചായത്ത് പായിപ്ര പഞ്ചായത്തിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ നടക്കുമ്പോൾ അത് പേഴക്കാപ്പള്ളി ജംഗ്ഷനിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ DJ വാഹനം, അതായത് പരിപാടി അവസാനിപ്പിച്ച് പോയ DJ വാഹനം തിരിച്ചു വിളിച്ചു വരുത്തി റോഡിൻ്റെ നടുക്കിട്ട് അവിടെ കുറേ പ്രവർത്തകരെ, അത് പേഴക്കാപ്പള്ളി പായിപ്ര പ്രദേശത്തുള്ളവരൊന്നുമല്ല, നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് വന്നിരുന്നത്. അവരാ റോഡ് നിറഞ്ഞു നിൽക്കുകയും എൻ്റെ റോഡ് ഷോ അതിലൂടെ പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ കുരുക്കിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ പോലീസിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തകരെ മാറ്റി മുന്നോട്ട് പോകാൻ, കാരണം ഞങ്ങൾക്ക് തൃക്കളത്തൂരിലാണ് റോഡ് ഷോ, പഞ്ചായത്ത് തല റോഡ് ഷോ സമാപിക്കേണ്ടത്. അങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കടന്നു വന്നത്. നമുക്ക് മൂവാറ്റുപുഴയിലൊന്നും ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങൾ പരിചയമില്ലാത്തതാണ്. അവിടെ എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന വാഹനം നശിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഒരു തരത്തിലും ഒരു സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മാത്യുവിൻ്റെ സംഘം തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ആവോലി പഞ്ചായത്തിൻ്റെ ആനിക്കാട് നിന്നും ആരംഭിച്ച മാത്യുവിൻ്റെ നിയോജകമണ്ഡലം പര്യടനം അത് അടൂപ്പറമ്പിൽ വന്നപ്പോൾ അടൂപ്പറമ്പിൽ അവിടുത്തെ ലോക്കൽ റാലി, അവിടുത്തെ പഞ്ചായത്ത് തല LDF റാലി സഖാവ് P. സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അതിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ആ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പേഴക്കാപ്പള്ളിയിൽ എൻ്റെ റോഡ് ഷോ പോകുമ്പോൾ അതിന് വട്ടം നിന്നുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പര്യടന വാഹനം നശിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് നമ്മളെന്തോ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. അടൂപ്പറമ്പിൽ നടന്ന LDF യോഗം അലങ്കോലപ്പെടുത്താനും UDF ശ്രമിച്ചതായും N. അരുൺ. സത്യസന്ധതയില്ലാത്ത ഇടപെടലുകളാണ് UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും സംഘർഷം ഉണ്ടാക്കണമെന്ന വലിയ അജണ്ട ഉണ്ടായിരുന്നെന്നും N. അരുൺ. അവിടെ ഈ മാത്യുവിൻ്റെ കൂടെയുള്ള പ്രവർത്തകർ തന്നെ പല പ്രദേശത്ത് വന്നവർ പര്യടനം പോകുമ്പോൾ കൂവുന്നു. ആ കൂവുന്ന നാട്ടുകാരാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഏറ്റവും മോശപ്പെട്ട നുണപ്രചരണം നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ അതിൻ്റെ രൂക്ഷഭാവം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയാണ്. ഒരു മര്യാദയുമില്ലാത്ത ഒരു സത്യസന്ധതയുമില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. MC റോഡിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. ആ റോഡ് പരിപൂർണമായും അടച്ച് മണിക്കൂറുകളോളം അവിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കി. അത് LDFൻ്റെ പ്രചരണ ആ റോഡ് ഷോ പോകരുത് എന്ന താല്പര്യമുള്ളതുകൊണ്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കണമെന്ന വലിയ അജണ്ടയോടും കൂടിയാണ് ആ പ്രവൃത്തി അവിടെ നടന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. നമ്മുടെ പ്രചരണ വാഹനം നശിപ്പിച്ചു കളഞ്ഞു, അതിൻ്റെ ബോർഡ് വലിച്ചു കീറി ആ പ്രചരണ വാഹനത്തോട് കാണിച്ച് അതുപോലെ ആക്രമിക്കാനുള്ള ശ്രമം അവിടെ നടത്തുകയുണ്ടായി. ഇതൊക്കെ കൃത്യമായി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, അതിൻ്റെ UDFൻ്റെ കൂടി ഭാഗമായിട്ടുള്ള വ്യക്തി, നേതാവ് എന്ന നിലയിലാണ് P. A. ബഷീർ അവിടെ അനൗൺസ് ചെയ്തത്. ശ്രീ P. A. ബഷീറോടെ കൃത്യമായി പറയുന്നുണ്ട്, എതിർ സ്ഥാനാർത്ഥിയുടെ പര്യടനം വരുന്നു, റോഡ് ഷോ കടന്നു വരികയാണ്, നിങ്ങൾ റോഡിൽ നിന്ന് അല്പം ഒതുങ്ങി നിൽക്കണം. അപ്പോൾ ഒരു മര്യാദയില്ലാത്ത രീതിയിലാണ് ഇവർ പെരുമാറി വരുന്നത്. ഇത് ഗുണകരമല്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം പരാജയ ഭീതി തന്നെയാണ്. നമുക്ക് ഇന്ന് കലാശക്കൊട്ടാണ്. ആ കലാശക്കൊട്ടിലും ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം എതിർ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇടതു പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മൾ ജയിച്ചു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടായാലും നമ്മൾ സ്വയം ആത്മസംയമനം പാലിക്കണം. അതല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്നത് നമുക്ക് മാത്രമായിരിക്കും. ഇവർ കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തി വരുന്ന സ്ട്രാറ്റജി സംഘത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് കാണിച്ചാലും അവിടെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇടത് നേതാക്കളിൽ നിന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ പരാജയ ഭീതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അരുൺ കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ചയുണ്ടായ സംഘർഷത്തിനും ആക്രമണത്തിനുമെതിരെ ഇടത് നേതാക്കൾ പോലീസിൽ പരാതി നൽകുമെന്നും സ്ഥാനാർത്ഥി. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.
സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന LDF പ്രവർത്തകർക്ക് നേരെ UDF പ്രവർത്തകർ പ്രകോപനം ഉണ്ടാക്കി സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് LDF നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N.Arunന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ആവോലി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ശേഷം അടൂപ്പറമ്പിൽ ചേർന്ന പൊതുയോഗത്തിനിടയിലേക്കാണ് UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ പ്രചരണ വാഹന റാലി എത്തിയത്. എന്നാൽ LDF നേതാക്കളുടെ നേതൃത്വത്തിൽ ഇടപെട്ട് സംഘർഷം ഒഴിവാക്കി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ആലക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ പുതുഞായർ തിരുനാൾ 10 മുതൽ 19 വരെ. പുരാതന തീർത്ഥാടന കേന്ദ്രമായ ആലക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ പുതുഞായർ തിരുനാൾ 10 മുതൽ 19 വരെ ആഘോഷിക്കപ്പെടുമെന്ന് ആർച്ച് പ്രീസ്റ്റ് ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ അറിയിച്ചു. അമ്പപ്രദക്ഷിണം, കൊടിയേറ്റ്, തിരുസ്വരൂപ പ്രതിഷ്ഠ, ആഘോഷകരമായ കുർബാന, സന്ദേശം, പ്രദക്ഷിണം, കുർബാന തുടങ്ങിയവ തിരുനാളിന്റെ ഭാഗമായി നടത്തപ്പെടും. MCS Hospital, we take care of your health. വാഴക്കുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ 2 സ്കൂട്ടറുകളും വൈദ്യുത പോസ്റ്റും ഇടിച്ചു തകർത്തു. അപകടത്തിൽ കാർ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 11:30 വാഴക്കുളം സെൻട്രൽ ഫോർട്ട് ഹോട്ടലിന് മുൻപിലാണ് അപകടമുണ്ടായത്. ഹോട്ടലിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന 2 സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ച ശേഷം തൊട്ടു ചേർന്നുള്ള വൈദ്യുത പോസ്റ്റും ഇടിച്ചാണ് കാർ നിന്നത്. വൈദ്യുത പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. സ്കൂട്ടറുകൾ തൊട്ടടുത്ത ഓടയിലേക്ക് തെറിച്ചു വീണു. പൊൻകുന്നം സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരാഴ്ച മുമ്പ് കാറും KSRTC ബസും കൂട്ടിയിടിച്ച ഇതേ സ്ഥലത്ത് അപകടമുണ്ടായിരുന്നു. കാർ വട്ടം തിരിച്ചപ്പോൾ ബസിൽ ഇടിക്കുകയായിരുന്നു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. FCC ലൂർദ് മാത ഭവനാംഗമായ സിസ്റ്റർ കുസുമോസ് 95 നിര്യാതയായി. സംസ്കാരം നടത്തി. പരേത വാഴക്കുളം കാര്യമഠത്തിൽ പരേതരായ വർഗീസ് മർത്ത ദമ്പതികളുടെ മകളാണ്. തലയനാട്, ഇരട്ടയാർ, തെന്നത്തൂർ, ഇഞ്ചത്തൊട്ടി, ഇഞ്ചൂർ, നിർമ്മല ജൂനിയർ, വിജയനഗരം എന്നിവിടങ്ങളിൽ ദീർഘകാലം അധ്യാപിക, മതാധ്യാപിക, ഭവനങ്ങളുടെ സുപ്പീരിയർ, നിർമ്മല ഭവൻ, ജോസ്ഗിരി, നിർമ്മലഗിരി, ഏഴല്ലൂർ, വണ്ടമറ്റം, കലൂർ, തൊടുപുഴ സ്റ്റഡി ഹൌസ് എന്നീ ഭവനങ്ങളിൽ സോഷ്യൽ വർക്കർ, ലോക്കൽ കൗൺസിലർ, ട്രഷറർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ പോൾ വർഗീസ്, മേരി ദേവസ്യ, ഫാദർ ജോർജ് കാര്യമഠത്തിൽ, ജോസ് വർഗീസ്, പരേതയായ ബ്രിജിറ്റ് മാത്യു, സിസ്റ്റർ ഹെലൻ MSI, സിസ്റ്റർ റിച്ചാർഡ് SBS. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.